സോ വളരെയധികം വാസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ് ശരിക്കും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൽ പലരുടെ ഇൻട്രസ്റ്റ് പല രീതിയിലാണ്. എനിക്കിപ്പം ഞാൻ ബയോ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ബയോളജിയിലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബയോ മെഡിസിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് പക്ഷേ ഞാൻ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് പോകുന്നവരാണെങ്കിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രിഫർ ചെയ്യുക ഞാൻ പഠിച്ച കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ വിത്ത് റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് ആയിരിക്കും. സോ അങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം വിത്ത് ഇൻക്രീസിങ് നമ്മുടെ ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രീസിന് ഇൻക്രീസിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനറ്റിക് എഞ്ചിനീയറിംഗിലെ അപ്ഡേഷൻസ് ആയിക്കോട്ടെ, അപ്പം അങ്ങനെ വരുന്ന കേസുകളിൽ ഇപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാകുന്ന ഒരു ബ്രാഞ്ചാണ് ശരിക്കും ബയോടെക്നോളജി എന്ന് പറയുന്നത്. സോ ബിടെക് ഇൻ ബയോടെക്നോളജി ഈ പറഞ്ഞ പോലെ അധികം ഓപ്പർച്യൂണിറ്റീസ് നിലവിൽ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ആയി വരുന്നുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തായിക്കോട്ടെ ഇത് ഓഫർ ചെയ്യുന്ന കോളേജുകളുടെ എണ്ണം, നല്ല കോളേജുകളുടെ എണ്ണം വളരെ കുറവ് തന്നെയാണ്. സോ ബയോടെക്നോളജി എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു ബയോടെക്നോളജി എന്ന ബ്രാഞ്ചിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കോളേജസ് ഏതൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ അതാണ് ശരിക്കും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് കെയർ, മെയിൻലി ഹെൽത്ത് കെയർ ആണ്, അഗ്രികൾച്ചർ, ഫാർമ, ഇങ്ങനെയുള്ള ഫീൽഡുകളാണ് ശരിക്കും ബയോടെക്നോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണെങ്കിൽ എനിക്ക് അഡ്വാൻസ് ചെയ്ത് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറാം. ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മെഡിസിനൽ എക്യുപ്മെൻറ്റ്സിൻ്റെ മാനുഫാക്ചറിങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയർ എന്ന പൊസിഷനിലേക്ക് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഐ സ്റ്റഡി ബയോടെക്നോളജി. അതേപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ്, ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിട്ട് എനിക്ക് ബയോടെക്നോളജി പഠിച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിപ്പം ബയോടെക്നോളജിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള ക്രോപ്പ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, അഗ്രി റിലേറ്റഡ് ഡെവലപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ പല ബയോടെക്നോളജിക്കൽ പ്രിൻസിപ്പിൾസ് വെച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ റിസർച്ച് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് മൈക്രോബയോളജിസ്റ്റ് ആണ്, അതും ഈ പറഞ്ഞ പോലെ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൈക്രോബയോളജിസ്റ്റ്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പം ഇപ്പോൾ ഇന്ന ഒരു മെഡിസിനൽ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എക്യുപ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്കിംഗ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ പ്രോസസ് എഞ്ചിനീയർ ആണ്, പ്രോസസ് എഞ്ചിനീയറിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോസസ് എഞ്ചിനീയറിംഗ് എന്നൊരു സെക്ഷൻ ഓഫ് ഇതിൽ തന്നെ നിങ്ങൾക്ക് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് നോക്കാൻ സാധിക്കും. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇതേപോലെ തന്നെ CSIR പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ, മെയിൻലി ഇന്ത്യയിൽ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽസ് ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യുന്നൊരു നാടാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പം നിരവധി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ബയോടെക്കിനുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയുന്നത് എത്രത്തോളം നമുക്ക് കോളേജിൽ നിന്ന് എക്സ്പോഷർ കിട്ടുന്നു അതനുസരിച്ചാണ് ശരിക്കും ബയോടെക്നോളജിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിലവിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് JEE മെയിൻസ് വഴി കിട്ടുന്ന NIT-യിലാണ് ശരിക്കും ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ബയോടെക്നോളജി ഉള്ള കോളേജ് എന്ന് പറയുന്നത്. പക്ഷേ കേരളത്തിൽ NIT JEE വഴി മാത്രമല്ല, NIT-യിലേക്ക് JEE വഴിയുള്ള അഡ്മിഷൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ NIT അല്ലാത്ത കോളേജുകളിലും ബയോടെക്നോളജി ഓഫർ ചെയ്യുന്നുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടതും കീം വഴി ബയോടെക്നോളജി ഉണ്ടെങ്കിൽ അതിൻ്റെ കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് ദാറ്റ് ഈസ് ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെള്ളയാനി, ട്രിവാൻഡ്രം. സോ അവിടുത്തെ ബയോടെക്നോളജി ബിടെക് ആക്ച്വലി കീം വഴിയല്ല, നീറ്റ് എക്സാമിൻ്റെ ബേസിലാണ്. സോ നീറ്റ് എക്സാമിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കീം അപ്ലൈ ചെയ്ത് നീറ്റ് എക്സാം എഴുതി നിങ്ങൾ അലോട്ട്മെൻറ്റ് അലൈഡ് കോഴ്സുകൾക്ക് ഫില്ല് ചെയ്യുമ്പോഴാണ് ശരിക്കും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വെള്ളയാനി ട്രിവാൻഡ്രത്തുള്ള ബിടെക് ബയോടെക്നോളജിക്ക് അഡ്മിഷൻ കിട്ടുക. സോ മറ്റൊരു കാര്യം, കീം വഴിയും ഉറപ്പായിട്ടും ബയോടെക്നോളജി കോഴ്സുകളുണ്ട്. പക്ഷേ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ കീം വഴിയുള്ള ബയോടെക്നോളജി കോഴ്സുകൾ നിലവിലില്ല. അവിടെ മെയിനായിട്ടുള്ളത് കീം വഴിയുള്ള ബയോടെക് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്, പ്രോപ്പർ ബയോടെക്നോളജി കോഴ്സ് ഓഫർ ചെയ്യുന്നത് 2 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണ്. പക്ഷേ ഇതിന് പല വേരിയൻസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കീം വഴി തന്നെ ബയോടെക് ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത് ശ്രീ ചിത്തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രിവാൻഡ്രം. ഇറ്റ്സ് എ വെരി ഗുഡ് കോളേജ്. അപ്പോൾ SCT-യിൽ ആക്ച്വലി N കാറ്റഗറിയിൽ വരുന്ന കോളേജാണ്. നമ്മുടെ കോളേജസിന് നമുക്ക് പല കാറ്റഗറീസ് കൊടുക്കാം. G, N, S എന്ന് പറയുന്നത്. G ഗവൺമെൻറ് കോളേജാണ്. N എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ KSRTC പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോളേജാണ് SCT എന്ന് പറയുന്നത്. പിന്നെ S ആണ്, S ഇസ് പ്രോപ്പർ സെൽഫ് ഫിനാൻസിങ്. അപ്പോൾ N കാറ്റഗറിയിൽ വരുന്ന കോളേജാണ്. N കാറ്റഗറി കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനേക്കാളും ഫീസ് ആയിരിക്കും, സെൽഫ് ഫിനാൻസിനേക്കാളും ഫീസ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ എഞ്ചിനീയറിംഗ് SCT-യിൽ അവൈലബിൾ ആണ്. സോ അതല്ലാണ്ട് ബാക്കി എല്ലാ കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ മാത്രമേ
കീം വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. മറ്റ് കോഴ്സുകളെന്ന് പറയുന്നത് ഒന്ന് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, മറ്റൊന്ന് ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ആണ്, പിന്നെ ബയോടെക്നോളജിയാണ്. അപ്പോൾ ഈ 3 കോഴ്സുകളും സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണുള്ളത്. പിന്നെ ഉള്ളത് ബയോടെക് ആൻഡ് ബയോകെമിക്കൽ SCTയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഐഡിയ ഓഫ് ബയോടെക്നോളജി ഇൻ കേരള. പറഞ്ഞ പോലെ ഏറ്റവും നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല വെച്ചാൽ ഏറ്റവും നമുക്കിപ്പോൾ NIRF റാങ്കിങ് ഒക്കെ ബേസിൽ നമുക്ക് പറയാൻ കോഴ്സിൻ്റെ ഇതൊക്കെ നോക്കുവാണെങ്കിൽ NIT കാലിക്കറ്റ് ആണ്. പക്ഷേ NIT കാലിക്കറ്റിൽ JEE മെയിൻസ് വഴി മാത്രമാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നത്. ബാക്കി ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും. സോ നിങ്ങൾ നമുക്കിപ്പം ഈ മെയിൻ ബ്രാഞ്ചസിൽ നിന്ന് കുറച്ച് ലെയർഡായിട്ട് മാറി നിൽക്കുന്ന ബ്രാഞ്ചസ് നോക്കുമ്പം കാര്യമായ ഗവേഷണം വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ലിങ്ക്ഡിൻ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലിങ്ക്ഡിൻ വഴിയൊക്കെ പ്രൊഫൈൽസ് സെർച്ച് ചെയ്ത് അങ്ങനെ ചോദിച്ച് ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനുള്ള സമയം നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടുമുണ്ട്. ഇപ്പോൾ കീം എക്സാം ആയിക്കോട്ടെ, അതിന് ശേഷമാണെങ്കിലും അലോട്ട്മെൻറ്റ് നടക്കുന്ന ഒരു ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നിങ്ങൾക്കൊരു ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പം അതേപോലെ ബയോടെക്കിൻ്റെ സിലബസ് ഒക്കെ ഉറപ്പായിട്ടും നമ്മുടെ KTUവിൻ്റെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോക്കിയാൽ മതിയാവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബയോടെക്നോളജി, നമ്മുടെ ബയോടെക്നോളജി ബ്രാഞ്ച് ഇൻ കേരള. സോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമ്മുടെ പുതിയ ഒരു കോഴ്സുമായിട്ട് എൻ റൂട്ട് എപ്പിസോഡിൽ പിന്നെയും കാണാം. താങ്ക് യു സോ മച്ച്.